സോ ഹലോ പീപ്പിൾ, നമ്മളപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഫംഗ്ഷൻസിന്റെ കേസ് പറഞ്ഞാണ് നിർത്തിയത്. ഫംഗ്ഷന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആ കോൺസെപ്റ്റ് അവിടെ വെച്ച് നിർത്തുകയാണ്. വി ആർ ഗോയിങ് ബാക്ക് ടു കോഷൻ. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് കോഷൻ ഇല്ലേ, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്, ആ ഒരു സാധനത്തിലോട്ടാണ് പോകുന്നത്. ആൻഡ് അത് വെച്ച് നമ്മൾ ഡബിൾ ഈക്വൽ ടു ആൻഡ് ത്രിബിൾ ഈക്വൽ ടുവിന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പറയുകയാണ്. കുറച്ചുകൂടെ ക്ലിയറർ വേർഷൻ ആ ഒരു രീതിയിലോട്ട് വരാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡ് എഡിറ്ററിലോട്ട് പോവാം. സോ ദിസ് ഈസ് ദ ഫയൽ. ലൈക്ക് ഞാനൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ടിപ്പിക്കൽ ഫോൾഡറിനകത്ത്. കമ്പയറിംഗ് വാല്യൂസ് എന്നാണുള്ളത്. സോ നമ്മൾ ഓൾറെഡി കണ്ട രണ്ട് കോഷൻ, ഇതിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? കോഷൻ, യാ. സോ യാ, ഓക്കെ. സോ ഇതാ ഈ സാധനത്തിന് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 കണ്ടതാണ്. ആൻഡ് ഇതിന്റെ കേസിനകത്ത് ഞാൻ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റും, രണ്ടെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റും. ആൻഡ് ഇംപ്ലിസിറ്റ് ഈസ് വെൻ ദ കോഡ് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ദ ടൈപ്പ്. ലൈക്ക് ഇവിടെ എനിക്കിപ്പോൾ ഒരു 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 സ്ട്രിങ് ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു A*1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ console.log ടൈപ്പ് ഓഫ് ബി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നമ്പർ. ഓക്കെ. സോ അവിടെ കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല. ലൈക്ക് ഇറ്റ് വിൽ ബി നമ്പർ. കാരണം ഇവിടെ സ്ട്രിങ് ആയിരുന്നു. ആൻഡ് ഇവിടെ ഞാൻ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത നേരത്തിന് ഇവിടെ ഒരു ഇംപ്ലിസിറ്റ് കോഷൻ സംഭവിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ലൈക്ക് ഇവിടെ നമ്പർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രിങ്ങിനെ കോഡ് തന്നെ ലൈക്ക് ഈ ഒരു ടൈമിൽ നമ്പർ ആക്കിയിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്പർ വന്നത് ബീൻ്റെത്. സോ ഇനിയിപ്പോൾ ഞാനിവിടെ ലൈക്ക് അങ്ങോട്ട് പോകുന്നില്ല, ഇറ്റ് കുഡ് ഗെറ്റ് റോങ്. ഓക്കെ. സോ അത് അത്രയും മനസ്സിലാക്കിയത്. ലൈക്ക് ഇവിടെ ഇനിഷ്യലി സ്ട്രിങ് ആയിരുന്നു. ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ഈ സ്ട്രിങ്ങിനെ ഒരു നമ്പറിന്റെ കൂട്ടത്തിൽ. അപ്പോൾ സ്ട്രിങ്ങിന് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ലോജിക്കലി അത് നമ്പർ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ബീനകത്ത് വെച്ചു. ഇതിപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2 × 1 വിൽ ബി 2 ഓൺലി. സോ 2ന്റെ ടൈപ്പ് നമ്പർ ആയതുകൊണ്ട് നമ്പർ തന്നെ വരും. ഓക്കെ. സോ അതിനാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ്ലി എനിക്ക് വേണമെങ്കിൽ ടൈപ്പ് കോഷൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇവിടെ ഇപ്പോൾ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 1 2 3. എനിക്കിപ്പോൾ ഇതിന്റെ ടൈപ്പ് ഞാൻ നോക്കിയാൽ ടൈപ്പ് ഓഫ് സി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്ട്രിങ്. ഓക്കെ. എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഇനിയിപ്പോൾ വേണ്ട, എനിക്ക് സി ഈക്വൽ ടു നമ്പർ ഓഫ് സി എന്ന് വേണമെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യാം. ലൈക്ക് എനിക്ക് കോഡ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. കാരണം ഈ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എവിഡൻറ്റ്, റൈറ്റ്? ഇവിടെ നമ്പർ ആണെന്നുള്ള എനിക്ക് കോഡ് നോക്കിയാൽ മനസ്സിലാവും. സോ അങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് കോഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അന്ന് കണ്ട രണ്ട് ഇക്വാളിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് ആരൊക്കെ? ഒന്ന് ഡബിൾ ഈക്വൽ ടുവിനെയും കണ്ടു, പിന്നെ ഒന്ന് ത്രിബിൾ ഈക്വൽ ടുവിനെയും കണ്ടു. സോ അന്ന് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ലൈക്ക് എന്താണ്, ഡബിൾ ഇക്വാളിറ്റിയിൽ ലൈക്ക് എന്താ പറയുന്നത്, ടൈപ്പ് ചെക്ക് ചെയ്യത്തില്ല. ത്രിബിൾ ഇക്വാളിറ്റി ആണെങ്കിൽ ഡബിൾ ഇക്വാളിറ്റി ടൈപ്പ് ഡൊസിൻ ചെക്ക് എന്നും പറഞ്ഞു. ത്രിബിൾ ഇക്വാളിറ്റി ആണെങ്കിൽ ഐ മീൻ ലൈക്ക് ഇതിന്റെ പേര് അങ്ങനെയല്ല, ഇതിനെ ഇക്വാളിറ്റി, ഇതിനെ സ്ട്രിക്റ്റ് ഇക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ആദ്യത്തേൽ ടൈപ്പ് നോക്കത്തില്ല, രണ്ടാമത്തേൽ ടൈപ്പ് നോക്കുക എന്നാണ് ഞാൻ ഇനിഷ്യലി പറഞ്ഞിരുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനെ നമുക്ക് ഒന്നുകൂടെ റീഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഡബിൾ ഈക്വൽ ടുയിൽ ടൈപ്പ് ചെക്ക് ചെയ്യത്തില്ലെന്നല്ല, ഡബിൾ ഈക്വൽ ടുയിൽ ടൈപ്പ് കൺവേർഷൻ ഈസ് പോസിബിൾ. ഓക്കെ. സോ ടൈപ്പ് കൺവേർഷൻ ഒന്നുമല്ല, ടൈപ്പ് കോഷൻ ഈസ് പോസിബിൾ. ഈസ് ഡൺ. ഓക്കെ. ടൈപ്പ് കോഷൻ ഈസ് ഡൺ. ഇതിന്റെ സ്പെല്ലിംഗ് വീണ്ടും തെറ്റിച്ചോടെ. COER COER COER. ഓക്കെ, ഇപ്പൊ ശരി. യാ. സോ ഇവിടെ ടൈപ്പ് കോഷൻ പോസിബിൾ ആണ്, ഇവിടെ ടൈപ്പ് കൺവേർഷൻ പോസിബിൾ അല്ല. ഓക്കെ. ഈസ് നോട്ട് പോസിബിൾ. സോ അതാണ് ഇതിന്റെ പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ കോഡ് ഹാസ് ദ എന്താ പറയുന്നത്, ഫ്രീഡം ടു ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർട്ട് ഓർ ടൈപ്പ് കാസ്റ്റ് തിങ്സ് ബിഫോർ ഡൂയിങ് ദ കമ്പാരിസൺ. ആൻഡ് ട്രിപ്പിൾ ഈക്വൽ ടു അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ഇക്വാളിറ്റി ആണെങ്കിൽ പേര് പോലെ തന്നെ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ടൈപ്പ് കോഷൻ ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് കോഡിന് ഞാനിപ്പോൾ ഒരു സ്ട്രിങ് ഒരു നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിനെ പിടിച്ച് നമ്പർ ആക്കാനുള്ള പവർ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫോൾസ് വരും. ഓക്കെ. സോ അതാണ് ഈ രണ്ട് സാധനങ്ങൾ. ഇനി നമുക്ക് ഇക്വാളിറ്റിയിലോട്ട് കടക്കാം. സോ അതിന് മുന്നേ ആയിട്ട് ഐ വുഡ് ലൈക്ക് ടു ഷോ യു ഗൈസ് സംതിങ് വിച്ച് ഈസ് നോട്ട് നോർമൽ. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു അറേ ഉണ്ടാക്കുകയാണേ ഗൈസ്. ഓക്കെ. ഇതൊരു അറേ ആണല്ലോ, അറേ ആണ്. പക്ഷെ ടൈപ്പ് ഓഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും ഓക്കെ ഇവിടെ ഓൾറെഡി എ ഉണ്ട്. യാ, ഇതൊരു അറേ ആണ്. പക്ഷെ ടൈപ്പ് ഓഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും ഇതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മളത് നേരത്തെ വീഡിയോയിൽ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. ആൻഡ് ഈ സ്ട്രിങ്ങും അറേയുടെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും അവന്മാർ രണ്ടാണ്. ഓക്കെ. ഇവിടെ ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റും, ഇവിടെ ടൈപ്പ് ഓഫ് നമുക്ക് അതില്ലെങ്കിൽ അത് ലോഗ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ് എന്നെ വിശ്വാസം ഇല്ലെങ്കിലോ. സോ ഓക്കെ, ഇവിടെ ടൈപ്പ് ഓഫ് ARR എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൻ ഒബ്ജക്റ്റ്. ആൻഡ് ഇവിടെ ടൈപ്പ് ഓഫ് STR എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്ട്രിങ്. സോ അത് ഞാനൊന്ന് ലോഗ് ചെയ്ത് കാണിച്ചു തരാം. ഐ ഗസ് വി ആർ സേവ്ഡ് തിങ്. യാ, ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് സ്ട്രിങ് ആണ്. ദാറ്റ് ഇസ് പ്രിറ്റി ഒബ്വിയസ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല.
സോ ഞാൻ ഇനി ഇതിന് രണ്ടിനെയും ഇവിടെ കമ്പയർ ചെയ്യുകയാണെന്ന് കരുതിക്കോ ഗൈസ്. ഞാൻ ഇതിന് രണ്ടിനെയും ഇവിടെ കമ്പയർ ചെയ്യുകയാണെന്ന് കരുതിക്കോ. കൺസോൾ ഡോട്ട് ലോഗ് ARR ഈക്വൽ ടു STR. ഓക്കെ, ട്രിപ്പിൾ ഈക്വൽ ടു അല്ല, ഡബിൾ ഈക്വൽ ടു ആണ് ഇട്ടത്. എന്ത് വരും ഗൈസ്? എന്ത് വരും? കണ്ട രണ്ടാണെന്ന് പറയും, പക്ഷെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. കാണുന്നത് വെച്ച് വിശ്വസിക്കരുത്. ഇവിടെ ട്രൂ ആണ് വന്നത്. കാരണം ഒബ്ജക്ട്സിനെ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് കൺവേർട്ട് ചെയ്ത് ഇവന്മാർ സ്ട്രിങ് ആക്കും ഗൈസ്. ഒബ്ജക്ട്സ് ആർ ടൈപ്പ് കൺവേർട്ടഡ് ടു സ്ട്രിങ്. ഞാനിപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് വേണമെങ്കിൽ സ്ട്രിങ് ആക്കി നോക്കാം. സ്ട്രിങ് ഓഫ് ARR ഇറ്റ് വിൽ ബി കണ്ട. ഈ ഒരു സാധനത്തിന് ഇവിടെ വരുമ്പോഴത്തേക്ക് ARRനെ സ്ട്രിങ്ങിലോട്ട് ടൈപ്പ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതും അതും ഈക്വൽ ആൻഡ് അതാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ ഇതിന് രണ്ടിനെയും ഡയറക്റ്റ്ലി അല്ല. ഇതിപ്പോൾ ഞാൻ ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ കോഡിന് ടൈപ്പ് കൺവേർട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, അതുകൊണ്ട് ഫോൾസ് അടിക്കും. കാരണം ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് സ്ട്രിങ് ആണ്. അവിടെ രണ്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ്. ഐ മീൻ ലൈക്ക് ടൈപ്പ് വൈസ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇവിടുത്തെ കേസിനകത്ത് ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിനെയും സ്ട്രിങ്ങിനെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കോഡിന് മനസ്സിലാവും. ബുദ്ധിയുള്ളത് ഐ മീൻ ലൈക്ക് അത് മനസ്സിലാക്കി എന്ത് ചെയ്യും, അതിനെ സ്ട്രിങ് അല്ലാത്ത സാധനത്തിനെ സ്ട്രിങ് ആക്കാൻ നോക്കും. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ലൈക്ക് ഈ സ്ട്രിങ് അല്ലാത്ത സാധനത്തിന് എന്തുകൊണ്ടാണ് സ്ട്രിങ് ആക്കാൻ നോക്കിയത്? വൈ കുഡ് ഹാവ് വി നമുക്ക് തിരിച്ച് ചെയ്തുകൂടെ? ലൈക്ക് ഈ സ്ട്രിങ് ഇതിപ്പോൾ ഇത് ഒബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിനെ ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഈ രണ്ട് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ECMAScriptൽ വി ഹാവ് ആക്ച്വലി സം റൂൾസ്. ഇത് ഞാൻ പറയുന്നില്ല എന്താണെന്ന്, ഇരുന്ന് വായിച്ചിട്ട് വി ക്യാൻ മേക്ക് എ ഡീറ്റെയിൽഡ് വീഡിയോ ലേറ്റർ ഓൺ. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്പെക്കിനകത്ത് ഇവിടെ പറയുന്നുണ്ട്, ലൈക്ക് അത് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഏതാണ് ലൈനൊന്നും നോക്കിയില്ല. ബട്ട് ദീസ് ആർ ദ റൂൾസ്. അതേപോലെ ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇഫ് ടൈപ്പ് ഓഫ് എക്സ് ഈസ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് വൈ ഈസ് എ സ്ട്രിങ് ഓർ നമ്പർ. നമ്മുടെ കേസാണ്. ആദ്യത്തത് ഒബ്ജക്റ്റും രണ്ടാമത്തത് സ്ട്രിങ് ഓർ നമ്പർ ആണെങ്കിൽ ഇവിടെ പ്രിമിറ്റീവ് അല്ലാത്തത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻബിൽട്ട് ആയ കോഡിനകത്ത് തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്പർ, ബൂളിയൻ, സ്ട്രിങ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രിമിറ്റീവും. ഒബ്ജക്റ്റ് എന്നൊക്കെ ഒബ്ജക്റ്റ് അറേ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനത്തെ ആൾക്കാരൊക്കെ നോൺ പ്രിമിറ്റീവ് ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യത്തത് ഒബ്ജക്റ്റും രണ്ടാമത് സ്ട്രിങ് ഓർ നമ്പർ ആണെങ്കിൽ ഒബ്ജക്റ്റിനെ, ഇവിടെ ഒബ്ജക്റ്റ് എക്സ് ആണ്, സോ എക്സിനെ പ്രിമിറ്റീവ് ആക്കിയിട്ട് വൈൻ്റെ കൂടെ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഈ 9ാമത്തെ റൂളാണ് ഇവിടെ സ്പെക്കിൽ ആ സാധനം അപ്ലൈ ആയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ ആപ്ലിക്കബിൾ ആയത്. നമ്മൾ കുറച്ച് വഴിതെറ്റിപ്പോയി, ലൈക്ക് ഡീവിയേറ്റ് ആയിപ്പോയി. സോ കമ്മിങ് ബാക്ക് ടു ഇക്വാളിറ്റി, നമ്മളപ്പോൾ ഇക്വാളിറ്റിയിൽ ഇതിപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹോപ്പ് ദിസ് ആർ ക്ലിയർ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അവർ ഇക്വാളിറ്റി വീഡിയോ, ഐ മീൻ ലൈക്ക് ഇക്വാളിറ്റി കോണ്ടെക്സ്റ്റ്. ലൈക്ക് ഇവിടെ എനിക്ക് മൊത്തം ഞാൻ ഇപ്പോൾ ഒരു മൾട്ടി ലൈൻ കമൻ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ ഇക്വാളിറ്റിയിൽ എനിക്ക് 4 ആൾക്കാരുണ്ട്. ഒന്ന് ഡബിൾ ഈക്വൽ ടു, ഒന്ന് ട്രിപ്പിൾ ഈക്വൽ ടു, പിന്നെ ഇവന്മാരുടെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള നോട്ട് ഈക്വൽ ടു. അതെൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവേറ്റ് ആയതാണ് ഗൈസ്. ആ റെഡ് കളർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. സോ ഇവിടെ മൊത്തം 4 പേരാണുള്ളത്. ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു ആൻഡ് നോട്ട് ഡബിൾ ഈക്വൽ ടു. സോ ഇതിനെ ബുക്ക് പ്രകാരം ഇവന്മാർ ബുക്കിൽ നോൺ ഇക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഗൂഗിൾ ചെയ്ത് ചോദിച്ചപ്പോൾ ഇതിന് ഇൻഇക്വാളിറ്റി എന്നാണ് പറയുന്നത്. സോ അത് ഐ വുഡ് ഹാവ് ടു ക്ലാരിഫൈ. ഞാൻ കുറച്ച് നോക്കി, ബട്ട് കിട്ടിയില്ല. ഐ മീൻ ലൈക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ വാലിഡ് ആൻസർ. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഡിലേ ആവരുതെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. സോ ബി കോഷ്യസ് ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ബുക്കിൽ ജസ്റ്റ് ഇതിനെ നോൺ അവർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ലൈക്ക് ഐ വിൽ റീഡ് ദാറ്റ് ഔട്ട് ഫോർ യു ഗൈസ്. ലൈക്ക് അതെവിടെ എവിടെയായിരുന്നു? there are 4 equality operators: double equal to, triple equal to, not equal to, and not double equal to. The not forms are of course the symmetric not equal version of their counterparts. എന്ന് വെച്ചാൽ ഈ നോട്ട് ഉള്ളത് ഇതിൻ്റെയൊക്കെ സിമെട്രിക് കൗണ്ടർ പാർട്സ് ആണ് എന്നാണ് പറയുന്നത്. നോൺ ഇക്വാളിറ്റി ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിലേക്ക് എനിക്ക് മനസ്സിലായത് ഈ നോട്ടിട്ട സാധനത്തിനെ നോൺ ഇക്വാളിറ്റി എന്നാണ് വിളിക്കുന്നത്, ഇതിന് ഇക്വാളിറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഇൻഇക്വാളിറ്റി എന്ന് ഈ ബുക്കിൽ പറയുന്നത് ആക്ച്വലി നമ്മുടെ കമ്പാരിസൺ ഇല്ലേ, ലൈക്ക് നമ്മുടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ആ സാധനത്തിനെയാണ് ഈ ബുക്കിലേക്ക് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഓവർ ദ ഇന്റർനെറ്റ് ഇവന്മാരെയും ഈ രണ്ടെണ്ണത്തിന് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്, ഐ മീൻ ലൈക്ക് ഞാൻ കണ്ടത്. സോ ബി കോഷ്യസ് അബൌട്ട് ദാറ്റ്. സോ ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ വരികയാണെങ്കിൽ ഫോൾസ് ഈക്വൽ ടു 0, ഇതെല്ലാം ആ സ്പെക്കിലെ റൂൾസ് പ്രകാരമാണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ലൈക്ക് സ്പെക്കിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടോ നോക്കട്ടെ. ലൈക്ക് ഇഫ് ടൈപ്പ് ഓഫ് എക്സ് ഈസ് എ നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഒരു റൂൾ ഉണ്ടോ നോക്കട്ടെ. ലൈക്ക് ഞാനത് വായിച്ചു നോക്കില്ല ഗൈസ് നമുക്ക്. സോ ഇഫ് ടൈപ്പ് ഓഫ് എക്സ് ഈസ് എ നമ്പർ ആൻഡ് സ്ട്രിങ് അല്ല, അപ്പുറത്തുള്ളത് ബൂളിയൻ ആണ്. ആൻഡ് ഇഫ് ഓക്കെ ആ സ്പെക്ക് എനിക്ക് കിട്ടുന്നില്ല. സോ വി ആർ സ്കിപ്പിംഗ് ദാറ്റ് പാർട്ട് ഫോർ ദ ടൈം ബീങ്. ഞാൻ അതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫോൾസ് നമ്പറാണ്. അതിൻ്റെ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരെണ്ണം
ഏതെങ്കിലും ഒരു സൈഡിൽ നമ്പർ ആണെങ്കിൽ നമ്പർ അല്ലാത്ത സാധനത്തിനെ നമ്പർ ആക്കാൻ നോക്കുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ഫോൾസ് ഈസ് നോട്ട് എ നമ്പർ. സോ ആ ഫോൾസിനെ നമ്പർ ആക്കാൻ നോക്കുക എന്നാണ് പറയുന്നത്. ലൈക്ക് ഇറ്റ് ഓൾസോ മേ ബി ബേസ്ഡ് ഓൺ സം സ്പെക് ഒള്ളി. ആ സാധനം നേരത്തെ കിട്ടിയ പോലെ കിട്ടിയില്ല. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. സോ ഇവിടെ അപ്പോൾ ഫോൾസിനെ പിടിച്ച് ടൈപ്പ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0 ആവും. നിങ്ങളത് വേണമെങ്കിൽ ജസ്റ്റ് നമ്പറിൻ്റെ ആ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് ഫോൾസ് കൊടുത്ത് നോക്കിയാൽ ഇറ്റ് വിൽ കം ടു 0. 0 കമ്പയർ ചെയ്യും ട്രൂ വരും. ഇവിടുത്തെ കേസിനകത്തും ഈ ഡബിൾ കോഡ്സിനെയും നമ്പർ ആക്കുമ്പോഴത്തേക്ക് 0 വരും. അതിനെയും ഐ മീൻ ലൈക്ക് 0 ആയിട്ട് ഈക്വാലിറ്റി നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടൈപ്പ് കൺവേർട്ടഡ് ആൻഡ് ബിക്കം 0 ആൻഡ് ദെൻ 0 ഈക്വൽ ഉള്ളി, അപ്പോൾ ട്രൂ വരും. ഇവിടുത്തെ കേസിനകത്ത് ഈ അറേനെ നമ്മൾ ആദ്യം ഇതാണ്ട് ഇതിന് ഞാൻ GPT ഫോർ എൻ എക്സ്പ്ലനേഷൻ. സോ GPT തന്നതിലേക്ക് ഈ അറേ എന്ന് പറയുന്നത് ഫോൾസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഇത് MG ഒബ്ജക്റ്റ് ആണല്ലോ, അതിൻ്റെ അപ്പുറത്തുള്ളത് ഫോൾസും ആണുള്ളത്. സോ അവിടെ ഒരു സ്പെക്കിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരെണ്ണം ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ കണ്ടില്ലേ, ലൈക്ക് മറ്റേ അറേൻ്റെ കേസിൽ 1 2 3 സ്ട്രിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ യാ സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഒബ്ജക്റ്റും ഇതൊരു ബൂളിയനുമാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് അല്ല, ഓക്കെ, പ്രിമിറ്റീവ് ടൈപ്പ് അല്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. അപ്പോൾ ഈ പ്രിമിറ്റീവ് ടൈപ്പ് അല്ലാത്ത സാധനത്തിനെ പ്രിമിറ്റീവ് ആക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ആകുമ്പോഴത്തേക്ക് ഇവനാരാവും, ഇതിനെ പ്രിമിറ്റീവ് ആക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ സ്ട്രിങ്. ഓക്കെ, ഇതിനെ പ്രിമിറ്റീവ് ആക്കുമ്പോൾ അത് സ്ട്രിങ് ആവും. ആൻഡ് നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ തന്നെയാണ്. ലൈക്ക് ഇതിനെ ഈ ഒരു സാധനത്തിനെ ടൈപ്പ് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് സ്ട്രിങ് ആയില്ലേ. അത് ലൈക്ക് ഇതിനകത്ത് വാല്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് അത് 1 2 3. ഇൻ കേസ് ദിസ് വാസ് എൻ എംപ്റ്റി അറേ, ഇവിടെ അകത്തൊന്നും കാണത്തില്ല, ഇറ്റ് വിൽ ബി ജസ്റ്റ് ഡബിൾ കോഡ്സ്. ഓക്കെ, സോ അത് അങ്ങനെ ഇവിടെ ഡബിൾ കോഡ്സ് ആവും. പിന്നെ അതിന് ഒന്നുകൂടെ ടൈപ്പ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡബിൾ കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഫോൾസി വാല്യൂസ് ആണ്. ഓക്കെ, ഫോൾസി ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ഡബിൾ കോഡ്സ് എന്ന് പറയുന്നത് ഫോൾസി വാല്യൂസ് ആണ്. ആൻഡ് അതിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോഷൻ ചെയ്യുമ്പോഴത്തേക്ക് 0 ആവും. ആൻഡ് 0 ഈസ് ആക്ച്വലി ഫോൾസ്, റൈറ്റ്. ഈ ഫോൾസിനെയും 0 ആയിട്ട് മാറ്റും. ആൻഡ് 0 = 0. സോ ഇത് രണ്ടും യു ഗൈസ് എക്സ്പ്ലോർ ഇറ്റ്. ലൈക്ക് ഞാൻ വീഡിയോയിൽ ലെങ്ത് കൂട്ടുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഇത് മാത്രം കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ലൈക്ക് യു ഗൈസ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ലൈക്ക് വി വാണ്ട് എ ഡിസ്കഷൻ ടു ഹാപ്പൻ, റൈറ്റ്. സോ നമ്മുടെ വീഡിയോയിൽ ടിപ്പിക്കൽ കമൻറ്റ്സ് അല്ലാതെ കുറച്ച് ഡിസ്കഷൻ സാധനങ്ങൾ വരട്ടെ. ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ലൈക്ക് ഇത് നമ്മൾ പറഞ്ഞ സാധനം വെച്ചാണ്. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സാധനം വരുന്നതെന്നുള്ളത് ഐദർ GPTയോ അല്ലെങ്കിൽ ECMAScriptന്റെ സ്പെക്കോ അല്ലെങ്കിൽ ലൈക്ക് യു കുഡ് സെർച്ച് ഫോർ സം അതർ വീഡിയോസ്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ലേറ്റർ ഓൺ ചെയ്യാം. സോ ഇതെന്താണെന്നുള്ളത്, ലൈക്ക് ഇതെങ്ങനെ ട്രൂ ആയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് യു ഗൈസ് കമൻറ്റ് ഇറ്റ് ഔട്ട് ഓൺ ദ വീഡിയോ. ആൻഡ് നമുക്ക് അത് ബേസ് ചെയ്ത് ഒരു ഡിസ്കഷൻ ഫോർവേഡ് ചെയ്യാം. സോ ഈ വീഡിയോ കുറച്ച് വലുതാവുന്നതായിട്ടാണ് ഐ ഫീൽ ദാറ്റ്. സോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ലൈക്ക് എപ്പോഴൊക്കെ ഡബിൾ ഈക്വാലിറ്റി യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ ട്രിപ്പിൾ ഈക്വാലിറ്റി യൂസ് ചെയ്യണം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്തായിരിക്കും ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.